കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രതിപക്ഷ നേതാവ് വലിയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആരോപണം ഈ കേരളത്തിലെ മദ്യനയം തിരുത്താൻ കവിത കല്ലുണ്ടല്ലേ, നമ്മുടെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മോൾ, അറിയാമല്ലോ, പാർലമെന്റിലുണ്ടായിരുന്നപ്പോൾ എനിക്കറിയാവുന്ന ആളാണ്. കവിത സ്വാധീനിച്ചു. കവിതയാണ് OISIS കമ്പനിയെ എനിക്ക് പരിചയപ്പെടുത്തിയത്. ഇതാണ് ആ അലിഗേഷൻ ഉയർത്തുന്നതിൻ്റെ ഒരു പശ്ചാത്തലം അറിയാമല്ലോ. കവിത ഡൽഹി മദ്യനയ കേസിലൊക്കെ പ്രതിയായി. അപ്പോൾ ആ തലത്തിലേക്ക് ഇതിന് ലിങ്ക് ചെയ്യാനും ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരാനാണ്. ഒരു ഡൽഹി മദ്യനയ കേസ് ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നതാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ കവിത വന്നു. അപ്പോൾ ഇങ്ങനെ ദുരൂഹത സൃഷ്ടിക്കുകയാണ്. കവിത അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രചരണം അതായിരുന്നു. പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി, കവിത വന്നു, കവിത രാജേഷിനെ OISISനെ പരിചയപ്പെടുത്തി, ഈ മദ്യനയത്തിലെ മാറ്റത്തിൽ കവിതയ്ക്ക് പങ്കുണ്ട്, ഇങ്ങനെ വലിയ പുകമറ. ഞാൻ ആ സമയത്തൊന്നും പ്രതികരിക്കാൻ പോയില്ല. എന്നോട് പലരും വന്ന് ചോദിച്ചു. ഞാൻ പറയട്ടെ, ഓരോ തവണയും പ്രതികരിക്കാൻ ഞാനില്ല, എത്രത്തോളം പോകും നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വന്നു, പറഞ്ഞു കവിത തിരുവനന്തപുരത്ത് വന്നിട്ട് എവിടെയാണ് താമസിച്ചതെന്ന് അന്വേഷിക്കണം. എവിടെയാണെന്ന് പറയുന്നില്ല, അത് അന്വേഷിക്കണം. പുകമറ ഉണ്ടാക്കലാണ്. അത് കഴിഞ്ഞ് ഇന്നലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. 2022 രാജേഷ് സ്പീക്കറായിരിക്കെ കവിത നിയമസഭയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് വാർത്ത. എന്നിട്ട് ഞാനും കവിതയും ഒരു സെഷനിൽ ഒരുമിച്ച് പ്രസംഗിച്ചിരുന്നു. 2022 ഞാൻ സ്പീക്കറാണ്, അന്ന് ഞാൻ മന്ത്രിയായിട്ടില്ല. അപ്പോൾ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അതിനുശേഷം എക്സൈസ് പോളിസിയിലുണ്ടായ മാറ്റം, അതും കഴിഞ്ഞ് ഈ പ്ലാന്റ് വന്നത്, ഇതിനെയൊക്കെ ലിങ്ക് ചെയ്യുന്നത് 2022 ഇവർ തിരുവനന്തപുരത്ത് വന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ കവിത അതിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ആധികാരികമായിട്ട് പ്രതിപക്ഷ നേതാവും ഈ പത്രവും പറഞ്ഞു, ഞാനും കവിതയും കൂടി കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരത്ത് വെച്ച്. ഇവരതിൽ വന്നില്ല. അന്ന് കനിമൊഴിയാണ് വന്നത്, കവിത വന്നില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ അന്നത്തെ ഇതേ പത്രത്തിൻ്റെ തന്നെ വാർത്ത, കാരണം അതിൽ കവിതയില്ല, ഉൾപ്പെടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ വസ്തുത വിശദീകരിച്ചു. അതിന് മുമ്പ് തലേന്ന് അവരെന്നെ ഫോണിൽ വിളിച്ചിരുന്നു. എന്നോട് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ അലിഗേഷനെ കുറിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കവിത എനിക്കറിയാം, ഞാൻ പക്ഷേ അവരെ അവസാനം കണ്ടത് 2019 ഞാൻ ഡൽഹിയിൽ നിന്ന് പോകുന്ന ശേഷം പിന്നെ കവിത ഇതുവരെ കണ്ടിട്ടില്ല, അപ്പോഴാണ് കണ്ടത്. എന്നിട്ടും എന്ത് വന്നു, 2022 തിരുവനന്തപുരത്ത് വന്നു, ഒരുമിച്ച് ഒരു പരിപാടി പങ്കെടുത്തു, തുടങ്ങിയ കാര്യങ്ങളെല്ലാം വാർത്തയായിട്ട് വന്നു. ഇന്ന് പത്രം ഖേദവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. തെറ്റായ വാർത്ത അങ്ങനെ തെറ്റായി കൊടുത്തതിൽ ഖേദിക്കുന്നു എന്നും പറഞ്ഞിട്ട്. പ്രതിപക്ഷ നേതാവിന് ഖേദമൊന്നുമില്ല, പക്ഷേ പത്രം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്.